ദൈവത്തിൻ്റെ നിയോഗത്താൽ നടത്തുന്ന ഒരു മനുഷ്യൻ്റെ തുടക്കം ഒട്ടും സുഖകരമല്ലായിരിക്കും, പക്ഷേ അതിൻ്റെ ഒടുക്കം ശുഭകരമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവൻ്റെ യാത്ര അത്ര സുഖകരമായിരിക്കില്ല, പക്ഷേ അതിൻ്റെ ഒടുക്കം ശുഭകരമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ ആരാണ് ദൈവത്താൽ നടത്തപ്പെടുന്നവർ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആരാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം. നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, ബൈബിള് ഇരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്ന മനുഷ്യൻ, ആരാധിക്കാൻ മനസ്സ് കൊടുക്കുന്ന മനുഷ്യൻ, ദൈവരാജ്യത്തിന് വേണ്ടി ജീവൻ വരെ കൊടുക്കുവാൻ മനസ്സുള്ള മനുഷ്യൻ, ആത്മാവിൻ്റെ നടത്തിപ്പുള്ള മനുഷ്യൻ്റെ ലക്ഷണമായത്. സ്തോത്രം പറ. ഈ ആത്മാവിൻ്റെ നടത്തിപ്പില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. ഞാൻ എൻ്റെ അനുഭവം പറയാമെങ്കിൽ, ഞാൻ ആത്മീയ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒത്തിരി നിരാശകൾ, ഒത്തിരി പ്രതിസന്ധികൾ. ആരും അംഗീകരിക്കുന്നില്ല, വീട്ടുകാർ പ്രശ്നം, നാട്ടുകാർ പ്രശ്നം, എവിടെ അംഗീകാരം കിട്ടുന്നില്ല. ഇതെല്ലാം അങ്ങ് നിർത്തി പഴയ ജീവിതം നയിക്കാൻ പലപ്പോഴും സാത്താൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു തീരുമാനമെടുത്തു. എന്നെ നടത്തുന്ന തമ്പുരാനാണെങ്കിൽ ആ തമ്പുരാന് വേണ്ടി ഞാൻ നടക്കും. എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എൻ്റെ നാട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ഒന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എൻ്റെ യേശുവാണ്. അതുകൊണ്ട് ആത്മാവുള്ള മനുഷ്യൻ, നിൻ്റെ യാത്രയ്ക്കകത്ത് അത്ര സുഖമുണ്ടാകത്തില്ല, പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം ഡിക്ലെയർ ചെയ്ത് പറയാം, അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ അവിടെ ശുഭകരമായ ഒരന്തരീക്ഷം കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിച്ച് ഏറ്റെടുക്കാവൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, പാസ്റ്ററെ 17 വർഷമായിട്ട് വിശ്വാസ ജീവിതം നയിക്കുക, ഒന്നിനും ഒരു മാറ്റമില്ല, പ്രശ്നങ്ങൾ ഒന്നിൻ്റെ പുറകിൽ ഒന്നായിട്ട് കുഴയുക. എനിക്ക് ഇന്ന് അവർക്ക് കൊടുക്കാൻ ഒരു മറുപടി ഉണ്ടായി. എന്താണ്? നീ യഥാർത്ഥമായി ആത്മാവ് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീ. സ്തോത്രം. ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ മാറുന്നില്ല. ഓരോ പ്രാവശ്യവും ജീവിതത്തിൻ്റെ അകത്ത് വൻ പ്രശ്നങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ചോദ്യം നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് വെളിപ്പെട്ട് വരും. യേശുവേ, എന്താ ഇങ്ങനെ? കർത്താവേ, എന്താ ഇങ്ങനെ? ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ? ഞാൻ ഉപവസിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒറ്റ മറുപടി. അങ്ങനെ ആരെങ്കിലും ചോദിച്ചവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകൽക്കാലം അതിനൊരു മറുപടി തരികയാണ്. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് നീ. ദൈവം നിന്നെ നിയന്ത്രിക്കുന്നുണ്ട് കുഞ്ഞെ. നിന്റെ പ്രശ്നം സുഖകരമല്ലെങ്കിലോ അവസാനം ശുഭകരമാക്കി തരുവാൻ എൻ്റെ സ്വർഗത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മുകളിൽ ശുഭകാലം വെളിപ്പെട്ട് വരും. ദൈവവചനം വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ, യേശുവിനെ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ ശുഭകാലം തുറക്കപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞാട്ട്. വർഷങ്ങളായിട്ട് ചില വിഷയങ്ങൾ നിങ്ങളെ ഇട്ടങ്ങ് കുരുക്കുകയാണോ? അങ്ങ് അസ്വസ്ഥതപ്പെടുത്തുകയാണോ? ഒന്നിനും ഒരു നീക്കുപോക്കില്ല. ഇറങ്ങുന്നതെല്ലാം പരാജയം, അപകടങ്ങൾ, അസ്വസ്ഥത. ഇങ്ങനെ ആർക്കെങ്കിലും വിഷയമുള്ളവർ ഈ മീഡിയയിൽ കൂടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. ശുഭകാലത്തിൻ്റെ വാതിൽ തുറക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർ മാത്രമേ കരങ്ങൾ അടിക്കാവൂ. വിശ്വസിക്കുന്നവർ മാത്രമേ കരങ്ങൾ അടിക്കാവൂ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവിക ശക്തി, ആ ശക്തി വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടാണ്. ആ വചനം ആരേറ്റെടുക്കുന്നോ, ആര് റിയാക്ട് ചെയ്യുന്നോ, അവനൊരു പരിഹാരമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം സ്വന്തം ദൂത് പറയുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ.